പ്രഗ്നൻസി സ്കാനിന് എന്തുകൊണ്ടാണ് ഇത്രയധികം സമയം എടുക്കുന്നത്? മിക്കപ്പോഴും പാരൻസ് വന്നിട്ട് ചോദിക്കുന്നതാണ്, ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് കുട്ടിയുടെ ഒരു നല്ല പിക്ചർ പോലും എടുത്തു തരാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷെ അത് സ്കാനിൻ്റെ ഇഷ്യൂ ആണോ അതോ നിങ്ങളുടെ പേഷ്യൻസിൻ്റെ പ്രശ്നമാണോ? വൈ ഈസ് ഇറ്റ് ടേക്കിംഗ് സോ മച്ച് ടൈം? ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയാനുള്ളത്, നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുടെ നല്ല ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോഗ്രാഫറിനോട് പറയുമ്പോൾ ആ ഫോട്ടോഗ്രാഫറിന് മനസ്സിലാവും നമ്മുടെ വിഷമം. ആ കുട്ടി നിങ്ങൾ പറയണ പോലെ പോസ് ചെയ്ത് തരില്ല. ഈ വയറിലിരിക്കുന്ന കുട്ടിയുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ നോർമലാണ് കൺഫേം ചെയ്യണം. അപ്പോൾ അത് പല ആംഗിൾസും നമ്മൾ കാണണം. പക്ഷേ ഈ കുട്ടിയെല്ലാം കാണിച്ചിട്ടും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ കുട്ടി കമന്നെടുക്കും, ചിലപ്പോൾ കുട്ടി മലർന്നെടുക്കുമ്പോൾ ഫ്രണ്ടിലത്തെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം, ബേബി തിരിയാനായിട്ട്. തിരിഞ്ഞ് വന്നിട്ട് ബാക്കിലത്തെ ഭാഗങ്ങൾ കാണുമ്പോൾ ബാക്കിലത്തെ ഭാഗങ്ങൾ ഓക്കെ ആണോ നോക്കും. വിരലുകൾ കൗണ്ട് ചെയ്യാൻ തന്നെ എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. ബിക്കോസ് കൈ ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വിരലുകൾ കാണാൻ പറ്റില്ല. അപ്പോൾ കുട്ടിയോട് കൈ തുറക്കാനോ വിരൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റിംഗ് ഈസ് എ മസ്റ്റ്. അപ്പോൾ ഒരു നല്ല സ്കാൻ വേണമെങ്കിൽ നമ്മൾ കുട്ടിയുടെ എല്ലാ ഭാഗങ്ങളും കാണണമെങ്കിൽ വി ഹാവ് ടു വെയിറ്റ്. ദാറ്റ്സ് വൈ ഇറ്റ് ടേക്സ് സോ മച്ച് ടൈം.